അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ വീടുകളൊക്കെ, നമ്മുടെ പറമ്പുകളിലെല്ലാം ഒരു കൃഷികൾ നട്ട് മുളപ്പിക്കാറുണ്ട്. അതെന്തും ആവട്ടെ, കൃഷികൾ നമുക്ക് മാങ്ങ നടാം, പഴങ്ങൾ നടാം, എന്തൊക്കെ നട്ട് നമ്മൾ പിടിപ്പിക്കാറുണ്ട്. അത് നമ്മൾ കരുതുകയും ചെയ്യും. അതിൽ നട്ട് പിടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പേരക്കയോ അല്ലെങ്കിൽ കർമൂസുകളോ അതൊക്കെ മൃഗങ്ങൾ, പക്ഷികളൊക്കെ അത് കഴിക്കുമെന്നുള്ള മനസ്സിൽ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അതിനെ സംബന്ധിച്ച് പഠിക്കണമല്ലോ. നമ്മൾ കൃഷികളൊക്കെ നടുമ്പോൾ അതിന് മഹത്വമുണ്ടോ, നട്ടത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, അതിൻ്റെ കൂലി കിട്ടുന്നുണ്ടോ, അതിൽ ഇസ്ലാമിൽ അതിന് എന്ത് പറയുന്നു, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ സംബന്ധിച്ച് ധാരാളം പറയുന്നുണ്ട്. നാം ഒരു കൃഷി നടുക എന്നുള്ളത്, ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്, അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വമുള്ളതാണ്. കാരണം നമ്മളൊരു മരങ്ങൾ നട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർമൂസുകൾ എന്താവട്ടെ, പഴവർഗ്ഗങ്ങൾ നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ നട്ട് മുളപ്പിച്ചാൽ അത് വലുതാകുമ്പോൾ അതിൽ നിന്ന് പക്ഷികൾ വന്നുകൊണ്ട് അതിൽ നിന്ന് കൊത്തിയെടുക്കുന്ന തിന്നുന്നത് കാണാം. അങ്ങനെ തിന്നുമ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂലി കിട്ടും, ഉറപ്പാണ്. അന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുരങ്ങളൊക്കെ ഉണ്ടാകും. ആ മങ്ക വന്നിട്ട് എന്താക്കും, അതിനൊക്കെ പൊളിച്ച് കളയുന്ന മൃഗങ്ങൾ വരും, ചിലപ്പോൾ ആനകൾ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മളെ കൃഷികളൊക്കെ നശിപ്പിക്കുന്ന മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ആട്ടി ഓടിക്കുകയും വേണം, അല്ലെങ്കിൽ നശിച്ച് പോകുമല്ലോ, നമ്മളെ കൃഷികളെല്ലാം ഇല്ലാതായി പോകും. അതല്ല പറഞ്ഞത്, നമ്മൾ നട്ട് മുളപ്പിക്കുന്ന കൃഷികൾ, ആ കൃഷികളെ കൊണ്ട് നമുക്ക് എന്തുണ്ട്, അതുകൊണ്ട് മഹത്വമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമി മുസ്ലിമിൻ യഗ്റുസു അർസൻ ഔ യസ്റഹു സറഅൻ ഫയഅകുലു മിൻ തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ ഖാലു ബിഹി സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുഖാരിയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമിൻ യഗ്റുസു ഹർസൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനായാലും അവൻ്റെ വീട്ടിൻ്റെ അടുത്തോ പറമ്പിൽ എവിടെയായിരുന്നാലും അവന് ചെറിയ എന്തെങ്കിലും മനുഷ്യന്മാർ തിന്നുന്നതോ അല്ലെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ എന്താവട്ടെ, ഏത് പക്ഷികളായാലും ഏത് മൃഗങ്ങളായാലും കഴിക്കുന്ന പഴങ്ങൾ നമ്മളെ വീട്ടിന് മുമ്പിൽ നട്ടുമുളപ്പിച്ചാൽ, എന്നിട്ട് ഫയക്കുലുമിന് തൈറുൻ, ആ നട്ടുമുളപ്പിച്ചെന്ന് പക്ഷികളത് കഴിക്കുന്നുണ്ട്, ആ ഇൻസാൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ട് അതിൽ നിന്ന് പഴങ്ങളോ അല്ലെങ്കിൽ പേരക്കൊക്കെ പറിക്കും. അപ്പോൾ നമ്മളൊന്നും പറയണ്ട, പറിച്ച് കൊണ്ടുപോയി നമുക്ക് സദഖന്റെ കൂലി കിട്ടും. ആ ബഹീമത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ, ആടുകൾ വരും അല്ലെങ്കിൽ പശുക്കളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു കർമൂസ് കണ്ടാൽ തിന്നാണ്ടിരിക്കൂല. അപ്പോൾ അത് തിന്നുന്നത് കണ്ടാൽ നമ്മളതിനെ ആക്രമിക്കാൻ പോകേണ്ടതുമില്ല. കാരണം അതിനെല്ലാം നമുക്കതിൻ്റെ കൂലി കിട്ടാൻ പോകുന്നുണ്ട്. അതാ പറഞ്ഞത്, അങ്ങനെ അതൊക്കെ മൃഗങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ, പക്ഷികളൊക്കെ ഭക്ഷണം കഴിച്ചാൽ, അതിൽ നിന്നൊക്കെ കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിനെല്ലാം സദഖന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പം നമ്മൾ തന്നെ തിന്നണമെന്നില്ല, നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളല്ല തിന്നല്. ഒരുപാട് പക്ഷികളും ഒരുപാട് ജന്തുക്കളൊക്കെ വരുമ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ സദഖകളൊക്കെ നമുക്ക് കിട്ടും. ആയിരിക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പം നട്ടുപൊളിപ്പിക്കുമ്പോൾ നമ്മുടെ എവിടെയായിരുന്നാലും അതിനാണ് നമ്മുടെ മഹാന്മാരായ ഒരുപാട് ആളുകൾ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. എന്തിനാണ്? നല്ല പഴങ്ങളുണ്ടാകണം, നല്ല എന്താവട്ടെ, മൃഗങ്ങൾ പക്ഷികളൊക്കെ കഴിക്കുന്ന എന്താവട്ടെ, മനുഷ്യന്മാരായാലും അത് കഴിച്ചാൽ നമുക്കതിന് സദഖന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. അതിന് വ്യാഖ്യാനം ഒരുപാടുണ്ട്. ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫീ ഹദീസിന് ഫളലുൽ ഹർസി വസ്സറഇ, ആ ഇതൊക്കെ നട്ടുമുളപ്പിക്കുന്നതിന് ശ്രേഷ്ഠ സംബന്ധിച്ച് പറഞ്ഞു, ഹദുല ഇമാറത്തുൽ അർളി വസ്തഫാദു മിൻ ഇത്തിഖാദുൽ അയ്യ വൽ ഖിയാമു അലൈഹി വഫീ ഫസാദു ഖൗലി മിൻ അൻകരി ദാലിക. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഹദീസ് കൊണ്ട് നമുക്ക് വ്യക്തമായി, നമ്മളെവിടെയും നമ്മൾ ജനങ്ങളിരിക്കാൻ വേണ്ടി തന്നെ ഒരു തണൽ കിട്ടാൻ വേണ്ടി ഒരു മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ അവിടെ ഇരുന്നാലും അതും സദഖന്റെ കൂലി കിട്ടും. തുന്നല് മാത്രമല്ല, നമ്മളൊരു മനുഷ്യനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നട്ടാലും നമുക്കതിൻ്റെ കൂലി കിട്ടും. അതെല്ലാം സദഖന്റെ കൂലിയാണ്. ഇമാം ബുഖാരി ഹദീസിൽ പറയുന്നുണ്ട്. ആകിയാൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മളെ വീട്ടിൻ്റെ മുമ്പിലാവട്ടെ പറമ്പിലാവട്ടെ എവിടെ നിന്നായിരുന്നാലും നമ്മളെ കൈ കൊണ്ട് നട്ടുണ്ടാക്കുന്ന ആ മരങ്ങളെ കൊണ്ട്, ആ പഴങ്ങളെ കൊണ്ട്, പഴവർഗ്ഗങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി, സദഖന്റെ കൂലി നമുക്ക് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനികളെ, ആ നിലക്ക് ഞങ്ങളൊക്കെ നല്ല നല്ല കൃഷികളൊക്കെ നടണം. അതൊക്കെയും പുണ്യമുള്ള കാര്യമാണ്. അതാണ് മുഅ്മിനീങ്ങൾക്ക് ഇതുകൊണ്ട് സദക്കൻ്റെ കൂലിയുണ്ട്. ആഖിറത്തിൽ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അള്ളാഹു ആ നിലക്ക് ആക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആഇരക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ ആശയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ എൻ്റെ ചെറുപ്പക്കാരൻ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു, ദുആഇരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുഎയിലാണുള്ളത്, അബുദാബിയിൽ. അള്ളാഹു ആ ചെറുപ്പക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ഹസയാക്കി കൊടുക്കണം തമ്പുരാനെ. അതുപോലെ ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, ഈ ചൂടിലൂടെ കാണുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ ഖൈറും ബർക്കത്തും റാഹത്തും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാവർക്കും ഇൽമു കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം, ഏതൊരു മനുഷ്യനും ഒരു കൃഷികൾ എന്തെങ്കിലും നട്ടാൽ അതുകൊണ്ട് നമുക്ക് സദക്കൻ്റെ കൂലി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.